ഹലോ ഡിയേഴ്സ്, ഇന്ന് വ്യത്യസ്ത രീതിയിലും രുചിയിലുമുള്ള ഒരു മീൻ കറിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അയല മീനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ദശക്കട്ടിയുള്ള ഏത് മീനും ഈ രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, പുട്ട്, അപ്പം, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. പതിവായി ഉണ്ടാക്കുന്ന മീൻ കറി കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വ്യത്യസ്ത രീതിയിലുള്ള കറി ഉണ്ടാക്കാൻ തോന്നുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാൻ ഈ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം നല്ലതുപോലെ പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. ഇപ്പോൾ കടുകെല്ലാം നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. 2 ഓരോ ടീസ്പൂൺ വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുത്ത് ചൂടാക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയുടെ നിറമൊക്കെ നല്ലതുപോലെ മാറുന്നത് വരെ വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്യാം. മീഡിയം ഹീറ്റിൽ വഴറ്റിക്കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ചേർക്കാൻ പോകുന്നത്. കാരണം ഈ പാനിന് നല്ല ചൂടുണ്ട്. മൺചട്ടിയിലാണെങ്കിലും നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർക്കുക. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. കൂടുതൽ എരിവ് വേണ്ടാത്തവർ ഈ മുളക് പൊടിയുടെയൊക്കെ അളവ് കുറച്ചെടുത്താൽ മതിയാകും. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഈ പൊടികളെല്ലാം ചേർത്തത്. ഈ പാനിന് നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടികളൊക്കെ ചൂടാക്കുന്നത്. ഇതിലേക്ക് ഇനി ചേർക്കാൻ വേണ്ടി ഞാൻ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. ഇതൊന്ന് നല്ലതുപോലെ പേസ്റ്റ് ചെയ്ത് എടുക്കണം. ഈ ഗ്രേവിയാണ് നമ്മൾ ഈ മീനിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് പേസ്റ്റാക്കിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഹീറ്റിൽ നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കൂടി ഞാൻ ചേർത്ത്, അപ്പോൾ മൊത്തത്തിൽ 1 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എന്നിട്ട് തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ ഡ്രൈ ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഈ രീതിയിൽ തക്കാളിയൊക്കെ നല്ലതുപോലെ വെള്ളം വറ്റി ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഈ അരപ്പൊക്കെ ഒന്ന് അഴിപ്പിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും ചേർക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഗ്രേവി നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പുളിക്ക് ആവശ്യമുള്ള വിനീഗർ നിങ്ങളും ചേർക്കുക. വിനാഗിരി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 300 ഗ്രാം അയലയാണ് എടുത്തിരിക്കുന്നത്. തലഭാഗം മാറ്റിയിട്ട് താഴത്തെ ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരപ്പൊക്കെ നല്ലതുപോലെ തിളക്കുന്നുണ്ട്. ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് മൂടി വെച്ച് 10 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. മീൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ചേരുവ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട്, കുതിർത്തി വെച്ചിരിക്കുകയാണ്. അത് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഒരു 10-12 കശുവണ്ടി എടുത്താലും മതിയാകും. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ചാറൊക്കെ കുറച്ച് കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് പോരാത്തത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ എടുക്കാം. കുറച്ച് വേപ്പില ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ പേസ്റ്റാണ് ചേർക്കാൻ പോകുന്നത്. അത് ചേർത്തതിന് ശേഷം നല്ലതുപോലെ സ്പൂൺ കൊണ്ടൊന്നും ഗ്രേവിയുടെ മീതെ ഇണക്കി കൊടുത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 3 മിനിറ്റിന് ശേഷം ഗ്രേവി ഇതേപോലെ ആകും. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയ ഗ്രേവി ആകും. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്കാകും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ലൂസായ ഗ്രേവിയാണ് വേണ്ടെങ്കിൽ ചൂടുവെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇത് ചാറൊക്കെ നല്ലതുപോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് പോരാത്ത ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് പച്ചവേപ്പില ചേർത്തിട്ട് മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. ചൂടൽപ്പം ആറിയതിന് ശേഷം തുറക്കുമ്പോൾ ഇതുപോലെയാണ് മീൻ കറി ഇരിക്കുന്നത്. പുറത്തൊക്കെ നല്ല പാട ചൂടിയിട്ടുണ്ടാവും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വെറൈറ്റി മീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.